വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് പ്രിറ്റീമീസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതല്ലേടാ. യെസ്, അപ്പോൾ വെക്കേഷനൊക്കെ പയ്യെ കഴിയാൻ പോവാണ്. സ്കൂൾ തുറക്കാനൊക്കെ വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ. എത്ര പെട്ടെന്നാണ് ഏപ്രിൽ മാസം കഴിഞ്ഞത്, മെയ് മാസം കഴിഞ്ഞ് നമുക്കറിയില്ല. സീരിയൽസിൻ്റെ റിസൾട്ടൊക്കെ വരുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ടെൻഷനിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. സോ എനിവേ, നമ്മൾ ഇനി ഇതാ നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് പഠിച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പം മോണോ ഹൈബ്രിഡ് ക്രൂസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡൈ ഹൈബ്രിഡ് ക്രൂസ് എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക? കുറേ പേർക്ക് ഡൗട്ടുള്ള, കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണിത്. അസ്ത്ര ബാച്ചിൽ നമ്മൾ ലൈവിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച് സെറ്റ് ആയിട്ടുണ്ട്. എങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ടി വളരെ ഷോർട്ടായിട്ട് മിസ് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ സമയം കളയണ്ട, വേഗം ഡൈ ഹൈബ്രിഡ് ക്രൂസ് ഒക്കെ പഠിക്കാൻ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഇൻഫിനിറ്റി പ്ലാൻ തന്നെ എടുക്കുക. കാരണം നമുക്ക് പേൾ വീഡിയോസ് കിട്ടണമെങ്കിൽ ഇൻഫിനിറ്റി പ്ലാൻ എടുക്കണം. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഈസി. വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ. അപ്പം നേരെ ഡൈ ഹൈബ്രിഡ് ക്രോസിലേക്ക് വരാം. മക്കളെ, 2 ക്യാരക്ടേഴ്സ് എടുക്കുന്നു. നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരമാണ് എടുത്തത്. ഇവിടെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2 സ്വഭാവ ഗുണങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ക്രോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഗ്രിഗർ മെന്റൽ ഉപയോഗിച്ചത് ഏതൊക്കെയാണ്? ഒന്ന്, റൗണ്ട് സീഡ്, വിത്ത്, ഉരുണ്ട വിത്ത് എന്നുള്ളതും, വിത്തിന്റെ ആകൃതി ചുളുങ്ങിയ വിത്ത്. ഓക്കെ, അപ്പം ഉരുണ്ട വിത്ത്, ചുളുങ്ങിയ വിത്ത്, വിത്തിന്റെ ഷേപ്പും ആകൃതിയും കൂടി എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെടിയുടെ വലുപ്പം, ഹൈറ്റ്, സൈസ് ഓഫ് ദി പ്ലാന്റ്. അതിപ്പം ഉയരം കൂടുതൽ ആവാം, ഉയരം കുറവുമാകാം, ടോളാകാം, ഡ്വാഫ് ആകാം. അപ്പം ആ രീതിയിൽ 2 ഫീച്ചേഴ്സ് എടുത്തു, 2 ക്യാരക്ടേഴ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കോ, നമ്മൾ പാരന്റൽ പ്ലാന്റ്സ്, മാതൃസസ്യങ്ങളായിട്ട് എടുത്തത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്തും. രണ്ടാമത് എടുത്തത് ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്, ഡ്വാഫ് വിത്ത് റിങ്കിൾഡ് സീഡുമാണ്. അതിൽ ഗമേറ്റ് വരുന്നത് ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ ആണ് വരുന്നത്. രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ക്യാപിറ്റൽ ഡി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. ഇവരുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആയിരിക്കും. ഉയരം കൂടിയ ചെടി, ഉയരം കൂടിയ ചെടിക്ക് വിത്ത് എങ്ങനെയാ? ഉരുണ്ട വിത്ത്. അതാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയരം കൂടിയ ചെടിക്ക് ഉരുണ്ട വിത്താണ്. അപ്പൊ F1 നമുക്ക് കിട്ടി. എന്താ ഇവരുടെ പ്രത്യേകത? രണ്ടിന്റെയും ഇവിടെ സ്മോൾ ആർ ഉണ്ട്, ഇവിടെ സ്മോൾ ടിയും ഉണ്ട് ഇവിടെ. പക്ഷെ അതൊക്കെ റെസസീവ് ആണ്, ഹിഡൻ ആണ്, ഗുപ്ത ഗുണമായിട്ടാണ് ഇരിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന ഗുണമാണ്. പ്രകടമായത് എന്താണ്? ഈ പാരന്റിന്റെ തന്നെ ടോൾ പ്ലാന്റ് റൗണ്ട് സൈഡാണ്. പക്ഷേ വ്യത്യാസം എന്താ? ജീനോ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. ഫീനോടൈപ്പ് ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ്, ഉയരം കൂടി ഉരുണ്ട വിത്താണെങ്കിലും ജീനോ ടൈപ്പ് മാറി അതിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് ഏത്? രണ്ടാമത്തെ മാതൃസസ്യത്തിലുള്ള ക്യാരക്ടേഴ്സ്. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ സ്വപരാഗണം നടത്തുന്നു, സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. അപ്പൊ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ ഗമേറ്റിനെ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മിസ് പറഞ്ഞു തരാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതാണ് നമുക്ക് F1 കിട്ടിയ ആള്. ഇവരെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്വപരാഗണം നടത്തുമ്പോൾ ഈ ക്യാപിറ്റൽ ടി ഈ ക്യാപിറ്റൽ ആർ ജോയിൻ ചെയ്യണം, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ജോയിൻ ചെയ്യണം, ഈ സ്മോൾ ടി ക്യാപിറ്റൽ ആർ, ഈ സ്മോൾ ടി സ്മോൾ ആർ. ഇതുപോലെ തന്നെ നമ്മൾ ഇവരെയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സെയിം തന്നെ കിട്ടും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. അപ്പൊ ഇതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസിലെ F1 സ്വപരാഗണം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗമീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ ക്രോസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. അതിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഈ ടേബിൾ ആക്കുന്നു. ഈ ലെഫ്റ്റ് സൈഡിലും ഈ ആൾക്കാരെ ഈ സൈഡിലേക്കുമാക്കി നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ പുനെറ്റ് സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. പുനെറ്റ് സ്ക്വയർ, പുനെറ്റ് സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. ഈ പുനെറ്റ് ചതുരം അല്ലെങ്കിൽ പുനെറ്റ് സ്ക്വയർ വെച്ചിട്ട് ആ ഗമേറ്റുകളെയൊക്കെ ഒരു സൈഡ് ഓഫ് ഗമേറ്റിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ഒരു സൈഡ് ഗമേറ്റിന് ഇവിടെയും എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവർ ക്രോസ് ചെയ്യാണ്. നേരത്തെ ചെയ്തത് തന്നെ, ബട്ട് ഇതൊരു സ്ക്വയറിലാണെന്ന് മാത്രം. അപ്പൊ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറിനെയും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറിനെയും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴോ ക്യാപിറ്റൽ ടി, ഇവിടെയും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതേപോലെ ഈ ആളെയും നമ്മൾ ചെയ്യുമ്പം
ക്യാപിറ്റൽ ഡി സ്മോൾ ടി ക്യാപിറ്റൽ ആർ എന്ന് വരും. ഇവിടെയോ ക്യാപിറ്റൽ ഡി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വരും. ഇങ്ങനെ നമ്മൾ ഈ ടേബിളിനെ കംപ്ലീറ്റ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ എഴുതാണ്. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ് അല്ലേ, ഉയരം കൂടിയ ചെടിയും ഉരുണ്ട വിത്തും. ഇവിടെ ഉയരം കൂടിയ ചെടി ഉരുണ്ട വിത്ത്, ഇവിടെ ഉയരം കൂടിയ ചെടി ഉരുണ്ട വിത്ത്, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. അങ്ങനെ നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നോക്കിക്കേ, ഇതാ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അത് ടോൾ പ്ലാന്റ് റൗണ്ട് സൈഡ് ആണ്. ഇനി ഇവിടെയോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ ഇവിടെ ടോൾ റൗണ്ട് ഉയരം കൂടിയ ചുളുങ്ങിയ വിത്താണ് വരുന്നത്. സോ ഇതുപോലെയാണ് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജീനോ ടൈപ്പ് യെല്ലോ കളറിൽ മിസ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫീനോ ടൈപ്പ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. എല്ലാത്തിനെയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജീനോ ടൈപ്പ് ആൻഡ് ഫീനോ ടൈപ്പ് ആണ്. പക്ഷെ നോക്കിക്കേ, ടോൾ റൗണ്ട് നമ്മൾ എക്സാക്ട് പാരന്റൽ കോമ്പിനേഷൻസ് ഇവിടെ രണ്ടെണ്ണം കാണാം. ടോൾ റൗണ്ട് ആൻഡ് ഡ്വാർഫ് റിങ്കിൾഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്തും ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തും. പക്ഷെ അതേപോലെ തന്നെ ജീനോ ടൈപ്പിൽ വ്യത്യാസമുള്ള സെയിം ക്യാരക്ടറുള്ള ടോൾ റൗണ്ട് ഇവിടെ 1 2 എത്ര എണ്ണം കിട്ടും? 1 2 3 4 പിന്നെ 5 6 7 8 9. അങ്ങനെ ടോൾ റൗണ്ട് നമുക്ക് 9 എണ്ണം ഉണ്ട്, ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ഇത് നിങ്ങൾ നോക്കിക്കേ, നമുക്ക് പാരന്റൽ കോമ്പിനേഷൻസ് ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുണ്ട്, സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ, അത് ഒരെണ്ണമേ ഉള്ളൂ. ഇനി പാരന്റൽ കോമ്പിനേഷൻസ് അല്ലാതെ പുതിയ വന്ന 2 കോമ്പിനേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് ഇവിടെ കാണുന്നത്, ടോൾ റിങ്കിൾഡും ഡ്വാർഫ് റൗണ്ടും. ഇത് പാരന്റൽ ഇല്ലാതെ പുതിയതായിട്ട് വന്ന കോമ്പിനേഷനാണ്. ഉയരം കൂടിയ ചെടിക്ക് ചുളുങ്ങിയ വിത്തും ഉയരം കുറഞ്ഞ ചെടിക്ക് ഉരുണ്ട വിത്തുമുള്ള 2 പുതിയ നോൺ പാരന്റൽ കോമ്പിനേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം F2 ജനറേഷൻ ഡൈഹൈബ്രിഡിൽ കഴിയുമ്പോൾ നമുക്ക് 4 സ്വഭാവങ്ങളെ കാണാനായിട്ട് സാധിക്കും. 1 ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ്, ഉയരം കൂടിയ ചെടി ഉരുണ്ട വിത്ത്. 2 ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ഉയരം കൂടിയ ചെടിയും ചുളുങ്ങിയ വിത്തും. പിന്നെ ഉള്ളത് എന്താ? ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ഉയരം കുറഞ്ഞ ചെടി ഉരുണ്ട വിത്ത്. പിന്നെ നമ്മൾ പാരന്റിൽ കണ്ട ഡ്വാർഫ് റിങ്കിൾഡ്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര എണ്ണം ഇതിന്റെ കിട്ടിയെന്ന് നോക്കാം, ഫീനോടൈപ്പിക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടോൾ റൗണ്ട് സീഡ് എത്ര എണ്ണം ഉണ്ട്? ടോൾ റൗണ്ട് 1 2 3 4 then 5 6 7 8 9 9 എണ്ണമാണ് ടോൾ റൗണ്ട് അല്ലെങ്കിൽ ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ഇനി ടോൾ റിങ്കിൾഡ് നോക്കുകയാണെങ്കിലോ 1 2 3 3 എണ്ണമാണുള്ളത്. ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് നോക്കാം, 1 1 2 3 ഇതാണ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് അല്ല റൗണ്ട് സീഡ്, അത് 3 എണ്ണം ഉണ്ട്. ഇനി ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് പാരന്റിൽ തന്നെയുള്ള ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത് ഒരെണ്ണം മാത്രമാണുള്ളത്, അത് നമുക്ക് 1 കിട്ടി. അപ്പൊ ഇത് തന്നിട്ടുള്ള ഫീനോട്ടിപ്പിന്റെ റേഷ്യോ നോക്കുമ്പോൾ എത്ര എണ്ണം വരും? 9:3:3:1 എന്നാണ് റേഷ്യോ വരുന്നത്. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ടോൾ പ്ലാന്റ് റിങ്കിൾഡ് സീഡ്, ഡ്വാർഫ് പ്ലാന്റ് റൗണ്ട് സീഡ്, ഡ്വാർഫ് പ്ലാന്റ് റിങ്കിൾഡ് സീഡ്, ഇങ്ങനെ 4 വിവിധ ഫീനോടൈപ്പ് സ്വഭാവ ഗുണങ്ങളെയാണ് നമുക്ക് ഡൈഹൈബ്രിഡിന്റെ F2 കിട്ടുന്നത്. അതിന്റെ റേഷ്യോ ചോദിച്ചാൽ 9:3:3:1 ആണ്. കിട്ടിയോ?
ഇനി ഇതും കൂടി കഴിഞ്ഞപ്പോൾ മെന്റലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്താ, അനുമാനം എന്താ നമുക്ക് നോക്കാം. വെൻ 2 or more different traits are combined, അല്ലേ, ഒന്നിൽ കൂടുതൽ ഈ സ്വഭാവങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്, അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സോ രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. ഒരു ജീവിയുടെ ഓരോ ജോഡി അലലുകളും മറ്റൊരു ജോഡി അലലുകളെ വേർപെടുത്തുന്നത് സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇവർ മിക്സിങ് ആവുന്നില്ല, ഓരോന്നും സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, ഡൈ ഹൈബ്രിഡ് ക്രോസും കൂടെ കഴിഞ്ഞപ്പോൾ മെൻഡൽ കണ്ടുപിടിച്ച തിയറി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡൈ ഹൈബ്രിഡ് ക്രോസിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പം ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഈ 2 സ്വഭാവ ഗുണങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ വന്നിട്ടുള്ള നോൺ പാരന്റൽ കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നോൺ പാരന്റൽ കോമ്പിനേഷൻസ് കേട്ടോ, അതായത് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള, മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി വന്നിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസിൽ എന്നുള്ളത് താഴെ ജീനോടൈപ്പ് ആയിട്ട് കമന്റ് ചെയ്താൽ മതി. ലെറ്റേഴ്സ് വെച്ചിട്ട് ജീനോടൈപ്പ് ആയിട്ട് കമന്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമല്ലോ. ഫീനോടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായി, ഫീനോടൈപ്പ് ആണ് എളുപ്പമെങ്കിൽ അത് കഴിയുമ്പോൾ ടോൾ റൗണ്ട് ആണോ, അത് ടോൾ റിങ്കിൾഡ് ആണോ, ഡൗ റൗണ്ട് ആണോ, ഏതാണ് പാരന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ അടിപൊളിയായിട്ട് പഠിക്കാൻ എസ്ത്ര ബാച്ചിൽ വരിക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. സോ സീ യു സൂൺ, ബൈ ബൈ.